നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അങ്ങനെ ജിൻഡപ്പൻ പറഞ്ഞതുപോലെ ജിൻഡപ്പൻ ഇത് നാടിന്റെ വിളക്കായിട്ടുണ്ട്. അങ്ങനെ ജിൻഡപ്പൻ കപ്പ് തൂക്കിയിട്ടുണ്ട്. അടിപൊളി. വീണ്ടും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. പക്ഷെ എനിക്കിവിടെ ഞാൻ ഇന്നോട് അതിനിടയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാനുണ്ട്. ഈ പറഞ്ഞാൽ ജാസ്മിനെ കൊണ്ടുപോയത് ഒരു കൂട്ടിലടച്ചാണ്. അതിനൊരു ഭയങ്കര വിവാദവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതവിടെ നടക്കട്ടെ. ഇത് ഏറ്റവും കൂടുതൽ എനിക്കിതിൽ ഉത്സാഹമല്ല, എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ ഞാൻ ആസ്വദിച്ച ഒരു സംഗതി മറ്റൊന്നുമല്ല, വോട്ടിംഗ് റിസൾട്ട്. നിങ്ങളൊക്കെ പറയുന്നുണ്ട് വോട്ടിങ്ങിൽ തിരിമറിയാട്ടി മറ്റതാണ് മറിച്ചതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം അതുകൊണ്ട് തന്നെ ഇത്രയും ആൾക്കാർ ഉന്നയിച്ചത് കൊണ്ട് തന്നെയാണ് അവര് ഈ വോട്ടൊക്കെ എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യുന്നതെന്നും അതിന്റെ ആ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിയുടെ പേരും പിന്നെ അവർക്ക് വന്ന വോട്ടിംഗ് റിസൾട്ട്. സത്യം പറഞ്ഞാൽ വോട്ടിംഗ് റിസൾട്ട് കണ്ട് ഞാൻ ഞെട്ടി എന്നുള്ളതാണ്. ആരൊക്കെ എവിടെയൊക്കെ എത്താനുള്ളതായിരുന്നു മനസ്സിലായില്ല. ആരൊക്കെ എവിടേക്ക് എത്താനുള്ളത്, ജിൻഡ ആദ്യം എവിടെയായിരുന്നു, എവിടെ എത്തി. അർജുൻ തുടക്കം മുതലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ലീഡ് നേടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അർജുൻ എന്ന് അറിയുമ്പോഴും അതിലും ഒരു ഞെട്ടലുണ്ടാകുന്നു. അതുമല്ല, അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സീതുവിന്റെ വോട്ട് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും, അങ്ങനെയുള്ള കുറെ വോട്ടുകൾ. അപ്പൊ നമുക്ക് ഡേ 1 മുതൽ വീക്ക് 1 മുതൽ ഇവർക്ക് കിട്ടിയ വോട്ട് എങ്ങനെയാണെന്നോ ഏഷ്യാനെറ്റ് കാണിച്ച വോട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ വീക്ക് 1 നോക്കിക്കഴിഞ്ഞാൽ വീക്ക് 1 ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന സിജോയ്ക്കാണ്. കാരണം ഇത്രയും വലിയൊരു ശതമാനത്തെ വോട്ട് പിന്നെ വേറെ ആർക്കും കിട്ടിയിട്ടില്ല. അതായത് 32% സിജോയ്ക്ക് വീക്ക് 1 വോട്ട് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. 32%. ഇത്രയും ഭൂരിപക്ഷമുള്ള വോട്ട് പിന്നെ അങ്ങോട്ട് ഒരു വീക്കിലും ഇല്ല. ഈവൻ ഈ വിനായകന് പോലും ഇല്ല. മനസ്സിലായോ? 32% എന്താണ് ഈ പറയുന്ന മറ്റുള്ള ലീഡ് 32% സിജോയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അവിടെ ഏറ്റവും കുറവ് വോട്ട് അവിടെ ആരായിരുന്നു? നമ്മുടെ രതീഷായിരുന്നു. രതീഷ് പുറത്തുപോയി. 6.9% രതീഷിനുണ്ടായിരുന്നുള്ളൂ. അവിടെ സെക്കൻഡ് പൊസിഷനിൽ അപ്പം നിൽക്കുന്ന ആരെന്ന് നോക്കിയാൽ അൻസിബയാണ്. ആണ് ഫസ്റ്റ് വീക്കില് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന അൻസിബയാണ് അല്ലെ. സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന അൻസിബയും ശരണ്യമാണ് സെക്കൻഡ് പൊസിഷനില്. ശരണ്യാണ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത്. ശരണ്യ. അത് കഴിഞ്ഞ് പിന്നെ ആരാണുള്ളത്? അൻസിബയാണ്. ജിൻഡപ്പന് വെറും 10% വോട്ടേ ഉള്ളൂ അവിടെ. ജിൻഡപ്പന് വെറും 10%, നോറയ്ക്ക് 10%, പിന്നീട് റോക്കിക്ക് 7%, 7.49 ഉള്ളൂ. മനസ്സിലായോ? ഇതായിരുന്നു. പിന്നെ സുരേഷിന് 7.6%. ഇതാണ് വീക്ക് 1. അപ്പൊ നോക്കണം പിന്നെ സിജോയുടെ ആ ഒരു ഫസ്റ്റ് വീക്കിൽ സിജോ എത്രമാത്രം ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളൊരു ഉദാഹരണമാണിത്. ഇനി വീക്ക് 2 വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഈ പറയുന്ന ഋഷി എന്ത് ചെയ്യുന്നു? അവിടെ ഫസ്റ്റ് വീക്കിൽ അർജുൻ നോമിനേഷൻ ഇല്ലായിരുന്നു കേട്ടോ. സെക്കൻഡ് വീക്കിൽ ഋഷിയുടെ ആ ഫൈറ്റ് ഉണ്ടല്ലോ, ആ ഫൈറ്റ് ആണെന്നാണ് തോന്നുന്നത്. ഋഷിക്ക് ഏതാണ്ട് 37% വോട്ട് വന്നിട്ടുണ്ട്. 37% വോട്ട് ഋഷിക്ക്. 2ാം സ്ഥാനത്ത് വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് സിജു തന്നെയാണ്. 22.59%. അതാണ് ഞാൻ പലവട്ടം പറഞ്ഞ ഈ 2ാമത്തെ വീക്ക് കഴിയുമ്പോഴേ അവൻ പുറത്തായിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ തിരിച്ചു വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അവൻ മാറി നിന്ന ഒരു മാസം റോക്കി ഇടിച്ചില്ല. ആ ഇടിയിലാണ് അവന്റെ ട്രോഫി മാറി. അല്ലെങ്കിൽ ഈ ട്രോഫി സിജോയുടെ കയ്യിൽ ഇരിക്കാനുള്ളതായിരുന്നു. നിങ്ങൾ എതിർത്താൽ, നിങ്ങൾ പിന്നീട് എഗ്രി ചെയ്താലും ഇല്ലെങ്കിൽ. അപ്പൊ 2ാം പൊസിഷനില് അപ്പൊ അവിടെ ആരാണ്? പിന്നീട് സിജോ തന്നെയായിരുന്നു. ഫസ്റ്റ് ഈ പറയുന്ന ആരാണ്? നമ്മുടെ മുടിയനായിരുന്നു. അതിൽ അവിടെ നോക്കണേ ഏറ്റവും കുറവ് നിഷാനയ്ക്കായിരുന്നു. പക്ഷെ നിഷാന അന്ന് പുറത്തായില്ലെന്ന് തോന്നുന്നു. നിഷാന അന്ന് പുറത്താവാതെ നിന്നു. അതുപോലെ സുരേഷ് ഏട്ടനുമായിരുന്നു ഏറ്റവും കുറവ് വോട്ട്. എനിക്ക് തോന്നുന്നു സുരേഷ് ആരോ അന്ന് പുറത്തായി. ജിൻഡയ്ക്ക് അപ്പൊ 13% വോട്ട് ഉണ്ടായിരുന്നു. നോറയ്ക്ക് 4%. റസ്മിന് നോറേനെ കാട്ടി വോട്ടുണ്ടായിരുന്നു 5.57%. റോക്കിക്ക് കുറച്ച് വോട്ട് അപ്പൊ കൂടിയിട്ടുണ്ട് 13.13%. ഇതായിരുന്നു വീക്ക് 2 പിന്നീട് അവരുടെ വോട്ടിംഗ് നിലവാരം. അടുത്ത വീക്ക് 3 വന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും അർജുൻ വീണ്ടും നോമിനേഷൻ വന്നു. അർജുൻ വീണ്ടും ഏതാണ്ട് 63%, 62.99. മനസ്സിലായോ? അപ്പൊ ആ പറയുന്ന അർജുന്റെ ആ ഒരു പോക്ക് നോക്കണം. അർജുൻ ഏത് ലെവലിലാണ്, എങ്ങനെയാണ് ഈ അർജുനൊക്കെ നമുക്ക് അറിയില്ല. തുടക്കം എന്തായിരുന്നു? തുടക്കം അർജുൻ വാഴയായിരുന്നു. എന്നിട്ടും അർജുൻ ഈ വോട്ട്, അതായത് ഈ പെൺകുട്ടികൾ ഇട്ട വോട്ടാണ്. അവന്റെ സൗന്ദര്യത്തിൽ കണ്ട് ക്യൂട്ടാണ് മറ്റതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അർജുനെ ഞാൻ ഇഷ്ടം പറഞ്ഞു. അങ്ങനെ പെൺകുട്ടികൾ ഇട്ട വോട്ടാണ് 62.99%. മനസ്സിലായോ? അവിടെയൊക്കെ ഈ പറയുന്ന അൻസുബയ്ക്ക് 7%, ഗബ്രിയൊന്നും ഒരു വോട്ടും പിടിച്ചിട്ടില്ല. വെറും 4-5%-ത്തിനകത്താണ് ഗബ്രിയുടെ വോട്ട് എപ്പോഴും.
ജാൻമണിക്ക് 4.22%. അപ്പോൾ ജാസ്മിന് നോമിനേഷൻ ഉണ്ട്. ജാസ്മിന് അപ്പോൾ എന്താണ് 11% വോട്ട് അപ്പോൾ ജാസ്മിനുണ്ട്. പക്ഷെ ജാസ്മിൻ അപ്പോൾ എന്താണ് ഇത് അർജുന് 63% ഉള്ളപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്ന ആരാണ്? ജാസ്മിനാണ്. അത് വെറും 11.57%. നോറയ്ക്ക് 4%, ശ്രീദേവിക്ക് 4%, യമുന റാണിക്ക് വെറും 1%. മനസ്സിലായോ? ആ വീക്ക് എനിക്ക് തോന്നുന്നു ആരും പുറത്തായിട്ടില്ല. ഇനി അടുത്ത വീക്ക് 4ലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഇത് കാണാൻ. വീക്ക് 4ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഋഷിയും ഏറ്റവും കൂടുതൽ വോട്ട് ശ്രീധുവിനാണ്. അവരാണ് ഞെട്ടിച്ചത്. ഇതുവരെ ശ്രീധു പിക്ചറിലില്ലായിരുന്നു. മനസ്സിലായോ? ശ്രീധു വീക്ക് 4ലേക്ക് വരുന്ന 28.75% വോട്ട് പിടിക്കുന്നു. നമ്മുടെ യൂട്യൂബ് പോളുകളിൽ ഒരു തേങ്ങയും ഇല്ലായിരുന്നു. സെക്കൻഡ് പൊസിഷനിൽ അപ്പോഴും വീണ്ടും നോമിനേഷനിൽ ആരുണ്ട്? പിന്നെ ഋഷിയുണ്ട്. ഋഷിക്ക് അപ്പോൾ 27%. അപ്പൊ ഋഷിയുടെ ആ 32 നിന്ന് ശകലം കുറഞ്ഞ് 27% ആയിട്ടുണ്ട് ഋഷിക്ക്. അപ്പൊ അവിടെ ഔട്ടായത് യമുന റാണിയാണ്. എത്ര? വെറും 3% ആയിരുന്നു. അതായത് 1% നിന്ന് 3% വരെ കയറി, പക്ഷെ ഔട്ടായി. നോറയ്ക്ക് വെറും 7% ആ സമയത്ത്. ജാസ്മിന് കഴിഞ്ഞ വീക്കിലുള്ളത് പോലെ തന്നെ വീണ്ടും 11% ജാസ്മിൻ ഉണ്ടായിരുന്നു. ഗബ്രിക്ക് വെറും 3%. അതായത് നോറയും കാട്ടി വളരെ കുറവാണ് ഗബ്രിക്ക്. നോറ 7% ആകുമ്പോൾ ഗബ്രി വെറും 3%. മനസ്സിലാക്കുക. അപ്സരയ്ക്ക് അപ്പോഴും വോട്ടുണ്ട്. അതായത് ജാസ്മിനെക്കാളും വോട്ട് ആർക്കാണുള്ളത്? അപ്സരയ്ക്കാണ്. 13.67%. അൻസിബയ്ക്ക് എന്താണ് 5% അടുപ്പിച്ച്. ഇതായിരുന്നു വീക്ക് 4ല്. അപ്പൊ ഈ വട്ടം ജിൻഡപ്പൻ എന്തില്ല? ഇതിനകത്ത് നോമിനേഷനിൽ ഇല്ല. അടുത്ത വീക്ക് 5ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിക്കുന്നത് വീണ്ടും എന്തിനാണ്? ഏറ്റവും കൂടുതൽ വീട്ടിൽ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ശ്രീധുവിനാണ്. മനസ്സിലായോ? നമ്മൾ ഈ പറഞ്ഞ ശ്രീധു ഒന്ന് കളിക്കുന്നില്ല, ശ്രീധു ഇതെങ്ങനെയാണ് അൺഫെയർ ആണ്, കള്ള വോട്ട്. പക്ഷേ നമ്മൾ പറയും പോലെ ഈ തമിഴ്നാട്ടിൽ ഒരുപാട് വോട്ട് കയറിയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ശ്രീധുവിന് 26.25% ഫസ്റ്റ്. സെക്കൻഡ് പൊസിഷനിൽ ഞെട്ടിച്ചുകൊണ്ട് മറ്റാരുമല്ല അഭിഷേക് വന്ന വീക്കിലാണ്. അഭിഷേക് വന്ന വീക്കിൽ 22.13. ശ്രീധുവിനോട് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഇതാണ് 22.3%, 13%. അതില് പിന്നെ അവിടെ ജിൻഡപ്പൻ ഉണ്ടായിരുന്നു. ജിൻഡപ്പന് 3ാം സ്ഥാനമാണ്, 18.54%. മനസ്സിലായോ? അപ്പൊ ജിൻഡപ്പന് ഏതാണ്ട് വോട്ട് കയറി തുടങ്ങിയ സമയമാണിത്. പിന്നെ ജാൻമണിക്ക് വെറും 1%, നോറയ്ക്ക് 7%. കഴിഞ്ഞ വട്ടം 7 ആണെങ്കിൽ നോറയുടെ ശതമാനം കൂടി 9%ത്തിലേക്ക് മാറി. ഋഷി കുറഞ്ഞു. ഋഷി എത്രയായിരുന്നു? 32 നിന്ന് 27 ആയി. വീണ്ടും 12%ത്തിലേക്ക് ഋഷി കുറഞ്ഞിരിക്കുന്നു. ഇവിടെ ശരണ്യയുടെ വോട്ട് കുത്തനെ കുറഞ്ഞു. ശരണ്യക്ക് നല്ല വോട്ടുണ്ടായിരുന്നു, വീണ്ടും 3%ത്തിലേക്ക് ആയി. ശ്രീരേഖ അതുപോലെ തന്നെ നിൽക്കുന്നു. ഇതായിരുന്നു വീക്ക് 5ലെ പൊസിഷൻ. ഇനി നമുക്ക് വീക്ക് 6ലെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ വീക്ക് 6ല് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ശ്രീധുവാണ്. V6ലും ശ്രീധുവും ഈ പറയുന്ന ആരാണ്? അഭിഷേകും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. നമ്മൾ ശ്രീധുവിനെ മൈൻഡ് ചെയ്യായിരുന്നു അല്ലേ? വീക്ക് 6ലും ശ്രീധുവിന് 25% ഉണ്ട്. ഈ പറയുന്ന അഭിഷേകിന് 21% ഉണ്ട്. മനസ്സിലായോ? ശ്രീദേവിക്ക് 3%, ശരണ്യക്ക് വീണ്ടും 4%. ഈ ഋഷിക്ക് വീണ്ടും നല്ല രീതിയിൽ കുറഞ്ഞു, 11%. നോറ വീണ്ടും 11% തന്നെ അവൾ എന്ത് ചെയ്തു? പിടിച്ചു നിൽക്കുന്നു. അവൾക്ക് ഇതുണ്ടായി. ജിൻഡയ്ക്ക് അപ്പൊ 19%. പാണ്ടിൽ നിന്ന് കുറച്ച് ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അവിടെ ജാൻമണി പുറത്താവുന്നു. വെറും 1.46% വോട്ടിട്ടത്. അൻസിബയ്ക്ക് വോട്ട് കുറയുന്നോടെ. അൻസിബയ്ക്ക് 3.31% അൻസിബയ്ക്ക് അവിടെ വോട്ടുള്ളൂ എന്നുള്ളതാണ്. മനസ്സിലായോ? അത് വീക്ക് 6ന്റെ കാര്യമാണെങ്കിൽ അടുത്ത വീക്ക് 7ലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വീക്ക് 7ലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരിമറി ഉണ്ടാകുന്നത്. ഇവിടെ നോക്കിയോ, വീക്ക് 7ൽ അർജുൻ ഏതൊക്കെ പോളിൽ വരുന്നു? വീക്ക് 7 വരെ അർജുൻ പോളിൽ വന്നപ്പോൾ അർജുനാണ് ഫ്രണ്ടില്. അർജുൻ എന്തുണ്ട്? ഇവിടെ 29.74% അർജുനുണ്ട്. എനിക്ക് തോന്നി ചിലപ്പോൾ അർജുന്റെ വോട്ടായിരിക്കും നേരത്തേക്ക് ശ്രീധുവിന് വീണത് എന്നുള്ളത് എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് കേട്ടോ. ഈ ശ്രീധുവിന് വോട്ട് കയറുമ്പോഴൊക്കെ അവിടെ അർജുൻ ഇല്ലായിരുന്നു. ഇവിടെ അർജുൻ വന്നപ്പോ അർജുനാണ് ഏറ്റവും കൂടുതൽ വോട്ട്, 29.74%. ഇവിടെ അതായത് വീക്ക് 7 തൊട്ട് ആരുടെ പിന്നെ കുതിച്ചു കയറ്റമായിരുന്നു? അവിടെ ജിൻഡപ്പന്റെ കുതിച്ചു കയറ്റമായിരുന്നു. ജിൻഡപ്പൻ 22.63% 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ ജാസ്മിന്റെയും ചെറിയൊരു ഒരു കയറ്റമുണ്ട്, 15.03%. അവിടെ നോറ താഴോട്ട് വരുന്നു. 11% കിടന്ന നോറ 4%ത്തിലേക്കും, റസ്മിൻ തീരെ അങ്ങോട്ട് അതംപതിക്കുന്നു 2%. ഏതാണ്ട് 22% കിടന്ന അഭിഷേക് കട്ടിലിൽ പോയി കടന്നുറങ്ങിയില്ലേ, ആ അഭിഷേക് എന്ത് ചെയ്യുന്നു? നേരെ 8%ത്തിലേക്ക് വരുന്നു. മനസ്സിലായോ? നന്ദനയ്ക്ക് 2%. ഈ പറയുന്ന അഭിഷേക് പിന്നീട് അഭിഷേക്
ജയദീപിന് പിന്നീട് ഏതാണ് 1.4%. സായിക്ക് വന്ന സമയത്താണ് 3.17% സായിക്കുള്ളത്. മനസ്സിലായോ? പിന്നെ അപ്സരയ്ക്ക് വീണ്ടും വോട്ട് കുറയുന്നു, 4.43%. അൻസിബയ്ക്ക് ആ സമയത്ത് കുറച്ച് വോട്ട് കയറുന്നു. അൻസിബയ്ക്ക് 3-ലേക്ക് കിടന്നു. അൻസിബ ഏതാണ്ട് 6-ലേക്ക് എത്തുന്നു. അൻസിബ നമുക്കറിയില്ല, അൻസിബ കുറച്ച് പവറായി നിന്ന സമയത്താണ് ഈ ഒരു സാധനം പറഞ്ഞത്. അടുത്ത വീക്ക് 8-ലേക്ക് പോകുമ്പോൾ അവിടെ ജിൻഡയുണ്ട്, അർജുനുണ്ട്. അവിടെ ജിൻഡയും അവിടെയാണ് ചെറിയൊരു മാറ്റം വന്നു തുടങ്ങിയത്. അതായത് ഇതുവരെ ജിൻഡയെ കടത്തി വെട്ടിക്കൊണ്ട് അർജുനാണ് നിന്നിരുന്നത്. ഇവിടെ വീക്ക് 8 വരുമ്പോൾ ജിൻഡയാണ് മുന്നിട്ടുന്നത്. വേറെ ചെറിയൊരു മാർജിന് 23.94% ജിൻഡോയ്ക്ക്. ഇനി അടുത്ത് നമുക്ക് അവിടെ അഭിഷേകിന് വളരെ വലുതായിട്ട് വോട്ട് കുറയുന്നുണ്ട്. 7% അഭിഷേക് പിന്നെ എന്ത് ചെയ്യുന്നു, താഴോട്ട് പോകുന്നു. അവിടെ സിജോ വീണ്ടും തിരിച്ചു വന്ന സിജോയാണ്. സിജോയ്ക്ക് അപ്പോൾ ഒരുവിധം വോട്ടുണ്ട്, ഏതാണ്ട് 9.4% സിജോയ്ക്ക് വോട്ടുണ്ട്. അതായത് ഋഷിയെക്കാളും അഭിഷേകിനേക്കാളും നോറയെക്കാളും ഏതാണ്ട് പിന്നീട് ജാസ്മിൻ അപ്പൊ വെറും 10% ഉള്ളൂ. ജാസ്മിൻ അടുപ്പിച്ച് സിജോയ്ക്ക് വോട്ടുണ്ടായിരുന്നു വീക്ക് 8-ൽ, അവൻ തിരിച്ചു വന്ന വീക്കില്. മനസ്സിലായോ? ആ ഒരു വോട്ടുണ്ടായിരുന്നു. അടുത്ത വീക്ക് 9-ലേക്ക് പോകുമ്പോൾ സംഭവിച്ചത് ജിൻഡോയുടെ കുതിച്ചു കയറ്റമാണ് കാണുന്നത്. ജിൻഡോ 40.3%-ൽ ജിൻഡോ അജയനായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അവിടെ സിജോയ്ക്കും കുറച്ചൊരു മുന്നേറ്റമുണ്ട്. 9-ൽ കടന്ന സിജോ 15% മാറി. പക്ഷെ അവിടെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് സെക്കൻഡ് പൊസിഷനിലേക്ക് ആര് കയറുന്നുണ്ട്? ശ്രീതു കയറുന്നുണ്ട്, 29.35%. അവിടെ നിങ്ങൾ ഓർക്കാനുള്ള ഒരു കാര്യം, അവിടെ അർജുൻ ആ ഒരു നോമിനേഷൻ ഇല്ലാത്തത് കൊണ്ട് സീതു രക്ഷപ്പോയിട്ട് ഈ സീതുവിന്റെ ഈ വോട്ടെല്ലാം കയറുന്നത് ആരാണ്? ഈ അർജുനന്റെ വോട്ടാണ് എന്ന് നമുക്കിവിടെ മനസ്സിലായോ? അവിടെ നന്ദനയ്ക്ക് ചെറിയൊരു ഗ്രോത്ത് ഉണ്ട്, 4.5. അവിടെ പിന്നീട് ശ്രീലക്ഷ്മി ഔട്ടാകുന്നു. ശ്രീരേഖ ഔട്ടാകുന്നു. പിന്നെ ശ്രീരേഖയും ശരണ്യ ഔട്ടാകുന്നു. ശരണ്യക്ക് ഏറ്റവും വോട്ട് ശ്രീരേഖയ്ക്കാണ് ഏറ്റവും കുറവ്. ശരണ്യക്ക് 1.9. പിന്നീട് അപ്സരയ്ക്ക് 7.75. അപ്പോഴും അപ്സര വലിയ തെറ്റില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമാണ്. വീക്ക് 9. അടുത്ത വീക്ക് 10-ലേക്ക് കടന്നു കഴിഞ്ഞാൽ വീക്ക് 10-ല് വീണ്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. വീക്ക് 10-ൽ അതായത് അപ്പോൾ ആര് വന്നു? അർജുൻ വന്നപ്പോ ഈ ജിൻഡയുടെ വോട്ട് 25.86, അർജുന് 18.24. അവിടെ ജാസ്മിന്റെ ഒരു കയറ്റം കാണുന്നുണ്ട്. ജാസ്മിനും ഏതാണ്ട് അർജുനും തുല്യമായിട്ട് 18.83, 18.24 എന്നുള്ള രീതിയിലാവുന്നു. അവിടെ അപ്സരയ്ക്ക് വളരെയധികം വോട്ട് കുറയുന്നു, അൻസിബയ്ക്ക് വോട്ട് കുറയുന്നു. അപ്സരയെക്കാളും കൂടുതൽ അൻസിബയ്ക്കായിരുന്നു അപ്പോൾ ഉള്ളത്. പിന്നെ ജാസ്മിന് ഈ പറയുന്ന റസ്മിൻ ഔട്ടാകുന്നു. ഋഷിക്ക് വോട്ട് കുറയുന്നു, 5.59 ഋഷിക്ക് ഓടുന്നു. അപ്പൊ കണ്ടോ, ശ്രീധുവിന്റെ വോട്ട് വളരെ കുറഞ്ഞുകൊണ്ട് 8%-ലേക്ക് ചുരുങ്ങുന്നു. എങ്കിലും വോട്ടുണ്ട് 8%-ലേക്ക് ചുരുങ്ങുന്നു. ഈ 8%-മാണ് പിന്നെ ലാസ്റ്റ് ചിലപ്പോൾ ഇവനെ കയറി നിൽക്കും. അവിടെ അഭിഷേക് ഒരുപടി മുന്നിലായി 12.82-ൽ അഭിഷേക് നിൽക്കുകയാണ്. മനസ്സിലായോ? 12.82-ൽ ആര് നിൽക്കുന്നു? അഭിഷേക് നിൽക്കുന്നത്. 4-ാം പൊസിഷനിൽ അഭിഷേക് ആയിരുന്നു വീക്ക് 10-ല്. ഇനി വീക്ക് 11-ലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീക്ക് 11-ലേക്ക് വീണ്ടും ആരാണ്? നമ്മുടെ പിന്നീട് ജിൻഡോ തന്നെ ഒന്നാമതിരിക്കുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല, 25.87 ജിൻഡയുടെ ഇത് വോട്ട് ഷെയർ. 2-ാം സ്ഥാനം ജാസ്മിനാണ്, 18.98. തൊട്ടടുത്ത് തന്നെ പിന്നെ ആരുണ്ട്? അർജുനുണ്ട്, 18%. ജാസ്മിനും അർജുനും തമ്മിൽ നല്ലൊരു പോരാട്ടം നടന്നു. അവിടെ ഏറ്റവും കുറവായ അപ്സരയും അൻസിബയും പുറത്താകുന്നു. അൻസിബയ്ക്ക് 5.53% അൻസിബയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഋഷി കണ്ട 5.73 ആയിട്ടും ഋഷി അപ്പോൾ രക്ഷപ്പെടുന്നു. ഈ പറയുന്ന ആരാണ്? ശ്രീതു 8.83%. അഭിഷേകിന് അപ്പോഴും വോട്ടുണ്ട്, 13.38%. 4-ാം പൊസിഷനിൽ അപ്പോഴും അഭിഷേകാണ് നിൽക്കുന്നത്. വീക്ക് 12-ലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആരാണുള്ളത്? അഭിഷേകിന് വീക്ക് 12-ൽ നിങ്ങൾ കണ്ടോ ഏറ്റവും കൂടുതൽ 12ാമത്തെ ആഴ്ചയിൽ എത്രയായി? 70, 14, 84ാമത്തെ ആഴ്ചയിലൊക്കെ എത്തിയപ്പോ എന്താണ്? അഭിഷേകനാണ് ടോപ്പ്. അഭിഷേകാണ് ഏറ്റവും ടോപ്പ്, 27.94. അവിടെ നമ്മൾ മനസ്സിലാക്കാതെ ഏതാണ്? ജിൻഡപ്പനില്ല, അർജുനില്ല. ഈ രണ്ടുപേരും ഇല്ലാത്തതുകൊണ്ട് അവരുടെ വോട്ടൊക്കെ എന്ത് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന അഭിഷേകിന് വന്നിട്ടുണ്ടാവും. അപ്പൊ അഭിഷേകാണ് 12ാം വീക്കിൽ ഏറ്റവും ടോപ്പ്. അന്ന് നന്ദന പുറത്താകുന്നു. സായിക്ക് തരക്കേടില്ലാത്ത 5% വോട്ടുണ്ടായിരുന്നു. ശ്രീധുവിന് വീണ്ടും 20%, 20.97% സെക്കൻഡ് പൊസിഷനിലാണ്. കാരണം അവിടെ അർജുനില്ലായിരുന്നു. മുടിയന് 13%, നോറയ്ക്ക് 4.5%. സെക്കൻഡ് പൊസിഷനിലേക്ക് ഇവിടെ ശ്രീധുവിനേക്കാളല്ല ഈ പറയുന്ന ജാസ്മിനായിരുന്നു, 24.56%. അതായത് വീക്ക് 12-ൽ. ഇനി വീക്ക് 13 നോക്കിക്കഴിഞ്ഞാൽ
ഇവിടെ പിന്നെ ശ്രീധുവിന് 8.7, അവിടെ സിജോയാണ് ഔട്ടാവുന്നത് 5.51%. സിജോ ഔട്ട്, സിജോയും നോറയും ഔട്ടാവുന്നു. അവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ പൊസിഷൻ 32% ജിൻഡോ മാറുന്നു. അർജുനും പിന്നെ ജാസ്മിനും തമ്മിലുള്ള ഒരു പോരാട്ടം നടക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, അർജുനിൽ ജാസ്മിനെക്കാട്ടും ചെറിയ ഒരു ഇതിന്റെ മുന്നേറുന്നു. എന്താണ്, അർജുൻ ഈ പറയുന്ന പിന്നെ ജാസ്മിനെക്കാളും ചെറിയൊരു ശതമാനത്തിന്റെ വോട്ടിംഗ് നില മുന്നേറുന്നു. ഇതാണ് 12-13 വീക്കിലുള്ള കഥ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മുടെ ശ്രീധു ഔട്ടാവുന്നു. ശ്രീധുവിന്റെ വോട്ടും കൂടി ആർക്ക് കിട്ടുന്നു, അർജുന് കിട്ടുന്നു. അതായത് ഇതിൽ തന്നെ 13ാമത്തെ വീക്കിൽ തന്നെ ശ്രീധുവിന് 8% ഉണ്ട്. ഈ 8% കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അർജുനിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ 5% അർജുനിലേക്ക് പോകുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ജാസ്മിൻ എങ്ങോട്ടത്തേക്ക് മാറുന്നത്, ഈ പറയുന്ന ലാസ്റ്റ് പൊസിഷനിലേക്ക് അല്ലെങ്കിൽ 3ാം പൊസിഷനിലേക്ക് മാറുന്നത്. അർജുൻ 2nd പൊസിഷനിലേക്ക് മാറും. പക്ഷെ ഇതിനെ ഞെട്ടിച്ചു കളഞ്ഞത് ഈ പറയുന്ന അർജുന്റെ വോട്ട്, ശ്രീധുവിന്റെ വോട്ട്, ഇതൊക്കെയാണ് എന്നെ ഞെട്ടിച്ചത് കേട്ടോ. ഭയങ്കരമാണ് ഞെട്ടിപ്പോയി. ഇതൊക്കെ ഇവർക്ക് ഇങ്ങനെ ഈ വോട്ട് കയറി, പ്രത്യേകിച്ച് ശ്രീധുവിന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ 2 പേര് വോട്ടിംഗ് അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇപ്പം ജയിച്ച 2 പേരും ഡിസർവ്ഡ് എന്നെ പറയും. അവൻ കളിച്ചില്ലേ ഇല്ലേ അതൊക്കെ പിന്നീടുള്ള കേസ്. പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടോ, അവൻ കളിച്ചോ കളിച്ചില്ലയോ അത് നമുക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. പ്രേക്ഷകർക്ക് അവൻ ഇഷ്ടപ്പെട്ടോ, അതാണ് നമ്മൾ മാറ്റർ ചെയ്യാനുള്ളത്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് വോട്ട് കിട്ടിയത് എന്നല്ലോ. ചുമ്മാ വന്ന് വിട്ടിട്ടില്ലല്ലോ, പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു വോട്ട്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ലാസ്റ്റ് കൊണ്ട് ഫൈനലിൽ കൊണ്ട് പിന്നെ എന്താണ് വോട്ടുകൾ കൊണ്ട് വോട്ട് എന്ന് പറയാൻ തുടക്കം മുതലേ അവന് വോട്ടുണ്ട്. അർജുന് തുടക്കം മുതലേ വോട്ടുണ്ട്. ഇവിടെ അതുമല്ല, മറ്റൊരു എടുത്തു പറയാനുള്ള കേസ്, സിജോ പരിക്ക് പറ്റാതെ പോയിരുന്നെങ്കിൽ സിജോ ഇതൊക്കെ കടത്തി വിട്ടിക്കൊണ്ട് അവൻ കപ്പടിക്കുമായിരുന്നു. 2 വീക്കേ ഉണ്ട്, 2 വീശിന് അവൻ ടോപ്പിലായിരുന്നു. മനസ്സിലായോ? അർജുനായിട്ട് വന്നപ്പോൾ 1 വീക്കിൽ ചെറിയ ശതമാനം സെക്കൻഡ് ആയിരുന്നു. പിന്നെ ഈ പറയുന്ന നഷ്ടപ്പെട്ട 1 മാസമാണ് പോയത്. എന്തായാലും വെൽഡൺ ഒരിക്കൽ കൂടി ജിൻഡോ കപ്പടിച്ചു. എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് വീണ്ടും കാണാം.